റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിലെ ഊഞ്ഞാലിരുന്ന് അപ്പുമോനെ പാട്ടുപാടി ഉറക്കാൻ നോക്കുകയാണ് കണ്ണേട്ടൻ. എനിക്കാണെങ്കിൽ പാട്ട് കേട്ടിട്ട് ചിരി ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഈ പാത്തല്ല മാമ, വേറെ പാത്ത്. കണ്ണേട്ടൻ്റെ പാട്ട് കേട്ട് അപ്പു ചെവി പൊത്തി പറഞ്ഞതും ഞാൻ പൊട്ടിച്ചിരിച്ചു. അത് കണ്ട് കണ്ണേട്ടൻ എന്നെ രൂക്ഷമായി നോക്കി. എൻ്റെ കണ്ണേട്ട, ഇങ്ങനെ പാടിയ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞുവരെ എഴുന്നേറ്റിരുന്ന് കരയും. കളിയാക്കടി കളിയാക്ക്, അല്ലെങ്കിലും എല്ലാം കൂടി എൻ്റെ മേലെയാണല്ലോ കുതിര കയറുന്നത്. കണ്ണേട്ടൻ കലിപ്പിൽ അങ്ങനെ പറഞ്ഞ് മുഖം കൂട്ടി. എനിക്ക് അപ്പോഴും ചിരിയാണ് വന്നത്. പാവം, നല്ല സങ്കടമുണ്ട്. അപ്പൂനെ നോക്കിയപ്പോൾ ആൾ ഉറക്കം വരുന്നതിൻ്റെ ലക്ഷണം കാണിച്ചുകൊണ്ട് വിരൽ വായിലിട്ട് എന്നെ നോക്കിയിരിക്കുക. അച്ചുട വാവേ, ദേവുൻ്റെ അച്ചൂട്ടന് ഉറക്കം വരുന്നുണ്ടോ? വായോ, ദേവു പാട്ടുപാടി ഉറക്കാലോ വാവേനെ. ഞാൻ അതും പറഞ്ഞ് കുഞ്ഞിനെ കയ്യിലേക്ക് വാങ്ങി എൻ്റെ നെഞ്ചോട് ചേർത്ത് പതിയെ പുറത്ത് തട്ടി. ഞാൻ പാടിത്തീർന്നപ്പോഴേക്കും കുഞ്ഞെൻ്റെ നെഞ്ചിലേക്ക് പറ്റിച്ചേർന്ന് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. തല ചിരിച്ച് കണ്ണേട്ടനെ നോക്കിയപ്പോൾ എന്നെ തന്നെ ഇമവട്ടാതെ ഒരു പുഞ്ചിരിയോടെ നോക്കിയിരിക്കുകയാണ്. ഞാൻ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്നർത്ഥത്തിൽ പുരികം പൊന്തിച്ചു. കണ്ണേട്ടൻ അപ്പോൾ തന്നെ ഒന്നുമില്ലെന്ന് ചുമൽ കൂച്ചി കാണിച്ച് പതിയെ എന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് എന്നെയും മോനെയും ഒതുങ്ങി പിടിച്ചു. അതാഗ്രഹിച്ച പോലെ ഞാൻ ആ നെഞ്ചിൽ ചാരിക്കിടന്നു. ആകാശത്ത് നിലാവ് പരത്തി ശോഭയോടെ നിൽക്കുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി ഞങ്ങൾ എത്ര നേരം ഇരുന്നു എന്നറിയില്ല. ആ നെഞ്ചിലെ പ്രണയചൂടിൽ ഞാൻ അലിയുന്ന പോലെ എനിക്ക് തോന്നി. രാത്രിയിലെ കുളിരിലും ആ ചൂട് എനിക്ക് വല്ലാത്തൊരു അനുഭൂതിയേകി. കുഞ്ഞിനെ ബെഡിൻ്റെ നടുക്ക് കിടത്തി അപ്പുറത്തും ഇപ്പുറത്തുമായി ഞങ്ങൾ പരസ്പരം കണ്ണുകൾ കൊണ്ട് പ്രണയിച്ചുകൊണ്ടിരുന്നു. ഇതുവരെ കണ്ടതിനേക്കാൾ ഏറെ എൻ്റെ സ്വന്തം ആശിന് ഇന്ന് സൗന്ദര്യം കൂടിയ പോലെ എനിക്ക് തോന്നി. ഞങ്ങൾ ഇരുവരും കൈകോർത്ത് അപ്പുവിനെ ചേർത്ത് പിടിച്ചു. അവർ ഒന്ന് കുറുകിക്കൊണ്ട് എന്നോട് ചേർന്ന് കിടന്നു. പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴുമ്പോഴും കണ്ണേറ്റിൻ്റെ കൈകൾ ഒരു സ്നേഹവലയം പോലെ എന്നെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അപ്പുവിനെയും ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്ന എൻ്റെ പെണ്ണിനെ കണ്ടാണ് ഞാൻ ഉറക്കമുണർന്നത്. എൻ്റെ ചുണ്ടിൽ അറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു. ആദ്യമായി ഞാൻ കണ്ട ആ താവണിക്കാരി ശ്രീദേവിയിൽ നിന്നും എൻ്റെ നല്ല പാതിയായ ദേവുട്ടി ഒരുപാട് മാറിയിരിക്കുന്നു. വാടിയ താമരപ്പൂലെ കൂമ്പിയടഞ്ഞ കണ്ണുകളോടെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന എൻ്റെ പെണ്ണിനെ കണ്ട് എനിക്ക് എന്തെന്നില്ലാത്ത വാത്സല്യം തോന്നി. ഞാൻ രണ്ടുപേരുടെയും നെറ്റിയിൽ ഓരോ സ്നേഹചുംബനങ്ങൾ നൽകി. എഴുന്നേറ്റ് റെഡിയായി ജോഗിങ്ങിന് പോകാനിറങ്ങി. താഴേക്ക് ചെന്നപ്പോൾ ഗീതവും ശില്പയും അടുക്കളയിലായിരുന്നു. ആ കണ്ണ, എഴുന്നേറ്റോ? മോൻ ഇന്നലെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ അല്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോടാ? എന്നെ കണ്ടപാടെ ശില്പ ചോദിച്ചു. ഗീതു എന്നെ നോക്കി ഒന്നാക്കിയെ ചിരിച്ചിരിച്ചു. ബ്ലഡി മാതാജി, എൻ്റെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കിയ ജന്തു. ഹേയ്, ഒരു കുഴപ്പമില്ലായിരുന്നു. അതൊക്കെ എൻ്റെ പെണ്ണ് നൈസായിട്ട് ഡീൽ ചെയ്തു. അപ്പോൾ രണ്ടും കൂടി ഒരമ്മ പെറ്റ മക്കളെപ്പോലെ കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ പറഞ്ഞു കേട്ട് ഗീതുവും ശില്പയും ചിരിച്ചു. ആ ഗീതു, ഞാൻ വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കണേ, ഇന്ന് കോളേജിൽ പോകണം. ഇന്നോ? വിവാഹം കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയുള്ളൂ. നിനക്ക് കുറച്ച് ദിവസം ലീവ് എടുത്തൂടെ? അതൊന്നും നടക്കില്ല ഗീതു. ഫൈനൽ ഇയർ പിള്ളേരുടെ എക്സാം തുടങ്ങാറായി. ലീവ് എടുത്താൽ ശരിയാകില്ല. ഇവിടെയുണ്ടല്ലോ ഒരുത്തി എക്സാം എഴുതാൻ. എടാ, നീ അതിനെയും എക്സാം എഴുതിക്കാൻ പോകുവാണോ? പിന്നെ അല്ലാതെ, അവളുടെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കണ്ടേ? ഹാ, ബെസ്റ്റ് കെട്ടിയോൻ. പാവം, അതിനെപ്പോഴും വെറുതെ വിടരുത് കേട്ടോ. ശില്പ എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. എടാ, ഇന്ന് ലീവ് എടുക്കടാ, ഇവരിന്ന് പോകുമല്ലേ. അതിന് ഇവരുടെ ഫ്ലൈറ്റ് 11 മണിക്കല്ലേ. ഹാഫ് ഡേ ലീവ് എടുക്കാം. ഇവർ എയർപോർട്ടിൽ ഞാൻ കൊണ്ടുവിടാം. ഞാനത് പറഞ്ഞ് പോകാനൊരുങ്ങിയൊരു ദേവൂട്ടി അപ്പുനെ എടുത്ത് അടുക്കളയിലേക്ക് എത്തി. ശില്പയെ കണ്ടപ്പോൾ ദേവൂട്ടിയുടെ തോളിൽ പാതിമയത്തിൽ കിടന്ന അപ്പു ശില്പയുടെ തോളിലേക്ക് വീണു. ഞാൻ ദേവൂട്ടിയെ നോക്കി സൈറ്റടിച്ച് ഗീതവും ശില്പയും കാണാതെ അവളുടെ വയറിൽ ഒരു പിച്ചും കൊടുത്ത് ഒരു കള്ളച്ചിരിയുടെ പുറത്തേക്ക് പോയി. കള്ളക്കണ്ണൻ, എന്നെ വേദനയെ പിച്ചിട്ട്. ഇങ്ങി വരട്ടെ, ശരിയാക്കി കൊടുക്കാം. ആ ദേവു, ഞങ്ങൾ ഇന്ന് പോവും കേട്ടോ. 11 മണിക്കാണ് ഫ്ലൈറ്റ്. ശില്പ ചേച്ചി എന്നോട് പറഞ്ഞതും എൻ്റെ മുഖം വാടി. എൻ്റെ നോട്ടം ചേച്ചിയുടെ കയ്യിലിരുന്ന് എന്നെ നോക്കി കിടക്കുന്ന അപ്പുവിലേക്ക് നീണ്ടു. ഇന്ന് പോവണ്ട ചേച്ചി, കുറച്ച് ദിവസം നിൽക്ക്. ഗീതാമ്മേ ഒന്ന് പറ. ചിണുങ്ങിക്കൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടും ഗീതാമ്മയും ചേച്ചിയും പൊട്ടിച്ചിരിച്ചു. എൻ്റെ മോളെ, ഇനിയും ഇവരെ ഇങ്ങനെ നിർത്തിയാൽ നമുക്ക് രണ്ടിനും പണി കിട്ടും. ഇന്നലെ തന്നെ കൊച്ചായതുകൊണ്ടാണ് അപ്പുനെ നിൻ്റെ കെട്ടിയിൽ വെറുതെ വിട്ടത്. ഗീതമ്മ പറഞ്ഞു കേട്ട് ഞാൻ ആകെ ചൂളിപ്പോയി. ഈ മാഷിൻ്റെ ഒരു കാര്യം. പിന്നെയാണ് ഗീതമ്മ പറഞ്ഞത് മാഷ് ഇന്ന് കോളേജിൽ പോകുന്ന കാര്യം. ഇനി അങ്ങോട്ടേക്ക് പോകണ്ടല്ലോ എന്ന് കരുതിയിരുന്ന എന്നെ ഫൈനൽ എക്സാം കൂടി എഴുതിക്കുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ ഫ്ലാറ്റ്. ജോഗിങ്ങിനൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ കണ്ടത് എൻ്റെ ഷർട്ടൊക്കെ മടക്കി വെക്കുന്ന ദേവുട്ടിയാണ്. എന്നെ കണ്ടതും പെണ്ണ് ചുണ്ടുകൊട്ടി തിരിഞ്ഞു നിന്നു. ഓ, പൊണ്ടാട്ടിക്കുട്ടി കലിപ്പിലാണ്.
ഇതൊക്കെ എന്ത്? ഇപ്പോൾ ശരിയാക്കി തരാം. ഞാൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു. പെണ്ണിന് നോ കുലുക്കം. അമ്പടി, അത്രയ്ക്കായോ? ഞാൻ പെണ്ണിൻ്റെ അടുത്തെത്തി അവളുടെ അരയിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു. ടീഷർട്ടിന് മുകളിലൂടെ എൻ്റെ കൈ അവളുടെ ഇടുപ്പിലമർന്നു. എന്നിട്ടും കുരിപ്പ് ഒരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കുക. അത്രയ്ക്ക് ധൈര്യമോ? അങ്ങനെ വിട്ടാൽ ശരിയാകില്ലല്ലോ. ഞാൻ പതിയെ കുനിഞ്ഞ് അവളുടെ പിൻകഴുത്തിൽ ചുണ്ടുകൾ അമർത്തി. പെണ്ണ് ഞെട്ട് ഉയർന്നി പൊന്തി. ആട്ടുണ്ട്. ഞാൻ അവളെ എനിക്ക് നേരെ തിരിച്ചു നിർത്തി. പതിയെ എൻ്റെ അധരങ്ങൾ അവളുടെ അധരങ്ങളിലേക്ക് ചേർത്തു. ദേവ്യൂട്ടിയുടെ പിടി എൻ്റെ ടീഷർട്ടിൽ മുറുകി. ആ അധരങ്ങളിലെ തേൻ ഞാൻ അവളും നുകർന്നു. ദീർഘനേരത്തെ ചുംബനത്തിന് ശേഷം അകന്നു മാറിയപ്പോൾ രണ്ടുപേരും നന്നേ കിതച്ചിരുന്നു. എൻ്റെ മുഖത്ത് നോക്കാതെ തല താഴ്ത്തിയിരുന്ന ദേവൂട്ടിയെ ഞാനൊരു കള്ളച്ചിരിയോടെ നോക്കി. അവളുടെ താടിയിൽ പിടിച്ച് മുഖം എനിക്ക് നേരെ ഉയർത്തി. നാണാ? ഇവിടെ ഇങ്ങനെ നിൽക്കാനാണോ പ്ലാൻ? കോളേജിൽ പോവണ്ടേ? ഞാൻ ചോദിച്ചു കേട്ട് അവൾ കീഴ്ച്ചുട്ടി പിളർത്തി എന്നെ നോക്കി. ഞാൻ വരുന്നില്ല. കണ്ണേട്ടന് പോകണ്ട. അയ്യടി, എനിക്ക് നിന്നെപ്പോലെ മടിയൊന്നുമില്ല. പിന്നെ ഇവിടെ ഇരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. അവളെ ഇടങ്ങണെന്ന് നോക്കി ഞാൻ പറഞ്ഞതും അവൾ എന്നെ നെഞ്ചിലൊരു കുത്തു തന്നു. പെണ്ണെ, വേദനയുണ്ട് കേട്ടോ. നീ വരുന്നില്ലേ? വരണ്ട. എക്സാമിന് മാർക്ക് കുറഞ്ഞാൽ ബാക്കി അപ്പോൾ പറയാം. ഞാൻ അതും പറഞ്ഞ് അവളുടെ തലയിരുന്ന് തോർത്തെടുത്ത് ആ ഉണ്ടക്കവളിൽ ഒരു ഉമ്മയും കൊടുത്ത് ഫ്രഷ് ആകാനായി പോയി. എൻ്റെ കൃഷ്ണ, തുടങ്ങി റൊമാൻസ് തുടങ്ങി. ഇന്നത്തോടെ എൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് തോന്നുന്നു. എന്നാലും കോളേജിൽ എൻ്റെ പട്ടി പോകും. മടിയായിട്ട് വയ്യ. ഞാൻ താഴേക്ക് ചെന്നപ്പോൾ അവർ പോകാൻ റെഡിയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് കണ്ണേട്ടനും റെഡിയായി വന്നു. ഞാനും ഗീതമ്മയും കൂടിയാണ് അവർക്കുള്ള ഭക്ഷണം വിളമ്പിയത്. അവർ യാത്ര പറഞ്ഞ് ഇറങ്ങിയപ്പോൾ അപ്പം എന്നെ കെട്ടിപ്പിടിച്ച് ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു. എനിക്കും ആകെ സങ്കടമായി. ഒരു വിധത്തിൽ അവർ അപ്പനെ കൊണ്ടുപോയി. കണ്ണേട്ടനും കൂടി പോയതോടെ ഞാൻ ആകെ മൂഡ് ഓഫായി. കോളേജിൽ പോയാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി. ഗീതമ്മയോട് ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴും കണ്ണുകൾ അറിയാതെ പുറത്തേക്ക് പാഞ്ഞു. വൈകിട്ട് മുറ്റത്തേക്ക് കണ്ണേട്ടൻ്റെ കാർ ഒരു ഹോണോടിയോടെ കയറിയതും ഉമ്മറത്തെ സോഫയിൽ ഗീതമ്മയുടെ മെഡലിൽ കിടന്ന ഞാൻ ഓടി പുറത്തേക്ക് ഇറങ്ങി. ഒരു പുഞ്ചിരിയോടെ കണ്ണേട്ടൻ അടുത്തേക്ക് വന്ന് എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ ആ നെഞ്ചിലേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നു. ഹോ എൻ്റെ കണ്ണ, ഇപ്പോഴാണ് നിന്റെ ദേവൂട്ടിയുടെ മുഖം ഒന്ന് ചിരിച്ചു കണ്ടത്. ഇത്രയും നേരം കണ്ണേട്ടൻ എന്താ വരാത്തെ എന്ന് ചോദിച്ച് എൻ്റെ ചെവി തിന്നുമായിരുന്നു. ഗീതമ്മ പറഞ്ഞു കേട്ട് ഞാൻ അമ്മയെ കൊഞ്ഞനും കുത്തി കാണിച്ചു. കണ്ണേട്ടൻ എന്നെ നോക്കി ചിരിച്ചു. ആണോടി പൊണ്ടാട്ടി, എന്നെ ശരിക്കും മിസ് ചെയ്തോ? ശരിക്കും. കണ്ണേട്ടൻ അടുത്തില്ലാതെ എനിക്ക് എന്തോ പോലെ തോന്നി. നാളെ മുതൽ ഞാനും വരുവേ കോളേജിലേക്ക്. കണ്ണേട്ടൻ എന്നെ മിസ് ചെയ്തില്ലേ? ഹേയ്, ഞാനോ? നോടി, കോളേജിലെത്തിയപ്പോൾ ഞാൻ നിന്നെപ്പറ്റി ഓർത്തതേയില്ല. ചിരി കടിച്ചു പിടിച്ചുകൊണ്ട് കണ്ണേട്ടൻ എന്നെ നോക്കി പറഞ്ഞതും ഞാൻ ചുണ്ടുകൊർപ്പിച്ച് ആ താടി പിടിച്ച് വലിച്ചു. എടി, വേദനയുണ്ട് കേട്ടോ. ഇതിനുള്ളത് പലിശ സഹിതം ഞാൻ രാത്രി തരുന്നുണ്ട്. ഞാൻ മാത്രം കേൾക്കാൻ പാകത്തിന് കണ്ണേട്ടൻ അങ്ങനെ പറഞ്ഞതും ഞാൻ ഞെട്ടി. എൻ്റെ പിടി താനേ അയഞ്ഞു. പിന്നെ അങ്ങോട്ട് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയായിരുന്നു എൻ്റെ ഹൃദയം. വെറുതെ ഒടുക്കത്തെ ഇടിയിടിക്കുക. റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് ഗീതം ഒരു ഗ്ലാസ് പാല് എൻ്റെ കയ്യിൽ തന്നു. ഇനി നമ്മളായിട്ട് പതിവ് തെറ്റിക്കേണ്ട, എല്ലാം അതിൻ്റെ മുറയ്ക്ക് നടന്നോട്ടെ. മോളെ ചെല്ല്. ഗീതമ്മ ചിരിയോടെ പറഞ്ഞു കേട്ട് ഞാൻ വേണോ വേണ്ടയോ എന്ന മട്ടിൽ ഒന്ന് ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു. പതിയെ അകത്തേക്ക് തലയിട്ട് നോക്കിയപ്പോൾ കണ്ണേട്ടൻ്റെ പൊടി പോലും കാണാനില്ല. ആ ആശ്വാസത്തിൽ ഞാൻ വേഗം അകത്ത് കയറി പാൽ ഗ്ലാസ് ടേബിളിൽ വെച്ചു. പെട്ടെന്നാണ് പിന്നിൽ ഡോറ് ക്ലോസായ ശബ്ദം കേട്ടത്. ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണേട്ടൻ ഡോറിൽ ചാരി എന്നെ നോക്കി നിൽക്കുന്നു. വിത്ത് കള്ളച്ചിരി. ഞാൻ നിന്ന നിൽപ്പിൽ വെട്ടി വിയർക്കാൻ തുടങ്ങി. കണ്ണേട്ടൻ എൻ്റെ അടുത്തേക്ക് വരുന്നതിനനുസരിച്ച് ഞാൻ അറിയാതെ പിറകോട്ട് നീങ്ങി. അവസാനം ചുമരിൽ തട്ടി നിന്നു. കണ്ണേട്ടൻ എനിക്കരികിലേക്ക് എത്തി. എൻ്റെ ഇരു സൈഡിലുമായി കൈക്കുത്തി നിന്നു. ഞാൻ വിറയാർന്ന ചുണ്ടുകളോടെ ഉമിനീരിറക്കി കണ്ണേട്ടനെ നോക്കി. എൻ്റെ മുഖമാകെ പരതി തടന്ന ആ കണ്ണുകൾ എൻ്റെ ചുണ്ടിലെത്തി നിന്നതും ശരീരമാകെ ഒരു വിറയിൽ കടന്നുപോയി. കണ്ണേട്ടൻ പതിയെ എൻ്റെ കഴുത്തിലും കവിളിലുമായി കൈ ചേർത്ത് എൻ്റെ അധരങ്ങളിലേക്ക് ചുണ്ടുകൾ ചേർത്തു. ഒരു ചെറിയ ഞെട്ടലോടെ ഞാൻ ഷർട്ടിൽ പിടിമുറുക്കി. ആ ചുംബനത്തിൻ്റെ തീവ്രതയിൽ ഞങ്ങൾ മതിമറി നിന്നു. കണ്ണേട്ടൻ്റെ നാവും ദന്തങ്ങളും എൻ്റെ അധരങ്ങളിൽ കുസൃതി കാണിക്കുന്നതിനൊപ്പം ആ കൈകളും എൻ്റെ ശരീരമാകെ ഒഴുകി നടന്നു. ശ്വാസം വിലങ്ങി എന്നിൽ നിന്ന് ചെറിയ ഞരക്കങ്ങളും മൂളലും ഉണ്ടായപ്പോൾ കണ്ണേട്ടൻ എന്നെ ആ ദീർഘചുംബനത്തിൽ നിന്നും മോചിതയാക്കി. പരസ്പരം അകന്നു മാറിയപ്പോൾ രണ്ടുപേരും നന്നേ കിതച്ചിരുന്നു. കണ്ണേട്ടൻ എന്നെ കൈകളിൽ കോരിയെടുത്ത് പതിയെ ബെഡിലേക്ക് കൊണ്ടുപോയി കിടത്തി. എൻ്റെ മേലേക്ക് അമർത്തും. ഞാൻ ശ്വാസം നീട്ടിയെടുത്ത് കണ്ണേട്ടൻ്റെ നെഞ്ചിൽ കൈവച്ചു. കണ്ണേട്ടാ,
പാല് എങ്ങനെയൊക്കെയോ വിക്കി വിക്കി ഞാൻ പറഞ്ഞു പിരിതും കണ്ണേട്ടൻ പുഞ്ചിരിയോടെ എന്നെ നോക്കി. ഞാൻ പാല് കുടിക്കാറില്ല. പിന്നെ ഗീതു അത് തന്നത് വെറുതെ ഒരു ആചാരം തെറ്റിക്കേണ്ട എന്ന് കരുതിയാണ്. നിനക്ക് വേണോ പാല്? ഞാൻ പതിയെ വേണ്ടെന്ന് തലയാട്ടി. അപ്പോൾ പിന്നെ എങ്ങനെയാ കാര്യങ്ങൾ? സമ്മതമല്ലേ നിനക്ക് എൻ്റെ മാത്രമാകാൻ? ഒരു വശ്യമായ ചിരിയോടെ മീശ വിരിച്ചുകൊണ്ട് കണ്ണേട്ടൻ എന്നോട് ചോദിച്ചതും ഞാൻ കണ്ണും മിഴിച്ച് ഉമിനീരിറക്കി പതിയെ തലയാട്ടി. അത് കണ്ട് കണ്ണേട്ടൻ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എന്നെ ആ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. നീ എന്തിനാ പെണ്ണെ ഇങ്ങനെ പേടിക്കുന്നത്? നിന്റെ പൂർണ്ണസമ്മതമില്ലാതെ ഞാൻ നിന്നെ സ്വന്തമാക്കില്ല. അത്രയ്ക്ക് കാമഭ്രാന്തമൊന്നുമല്ല ഞാൻ. അത് കേട്ടപ്പോഴാ സത്യത്തിൽ എനിക്ക് ശ്വാസം നേരെ വീണത്. എൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഞാൻ കണ്ണേട്ടനെ ഇറുകെ പുണർന്ന് ആ കവിളിൽ അമർത്തി ചുംബിച്ചു. താങ്ക് യു കണ്ണേട്ടാ. എന്തിന്? എന്നെ പൂർണ്ണമായും മനസ്സിലാക്കിയതിന്. അത് കേട്ട് കണ്ണേട്ടൻ എൻ്റെ മുഖം ആ നെഞ്ചിലേക്ക് അമർത്തി. ഉറങ്ങിക്കോ, എൻ്റെ കവിളിൽ ചുണ്ടുകൾ ചേർത്ത് കണ്ണേട്ടൻ പറഞ്ഞു. ഞാൻ ആ നെഞ്ചിലെ ചൂടിൽ പറ്റിച്ചേർന്ന് കിടന്നു. പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. കഥ കേൾക്കുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് പറ്റും പോലെയൊക്കെ ഈ കഥയൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ലൈക്ക് എന്തായാലും ചെയ്യണേ.